ദാ ഇതെന്താണെന്ന് കണ്ടോ? വരാലാണ്. നല്ല വരാൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല അച്ചാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വരാലിൻ്റെ അച്ചാർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് വരാൽ അച്ചാർ ഇടാൻ പോവാ. ഇതാ ഇങ്ങനെ ക്ലീനാക്കി നമുക്ക് അവർ തന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബാക്കിയും കൂടെ ക്ലീനാക്കി പീസാക്കി ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി അച്ചാർ പരിപാടി കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? വായോ. നമ്മുടെ വിരാലെല്ലാം ദേ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേലൊരു മസാല പുരട്ടി വെക്കണം കേട്ടോ. കുറച്ച് മുളക് പൊടിയെ, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ മതി. ഇതൊക്കെ ഒരു കൈയളവാട്ടോ. നല്ല പോലെ ഒന്ന് പുരട്ടി കുറച്ച് നേരം വെക്കാവേ. വെയിലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് വെയിലത്തൊന്ന് വെക്കുമായിരുന്നത് നല്ലതായിരുന്നു. ആ ജലാംശം ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ വേഗം വറുത്തെടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു അരമണിക്കൂർ വെച്ചിട്ട് വറുത്തെടുക്കാം. ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലെണ്ണ ഒഴിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ കുറേശ്ശെ വറുത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കും. അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വിരാല് കഴിച്ചാലുണ്ടല്ലോ മുറിവൊക്കെ ഉണ്ടെങ്കിൽ മുറിവ് കൂടാനൊക്കെ വേഗം പൊള്ളി കിടക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതെന്ന് പറയുവേ. മീൻ കറി വെച്ച് കൂട്ടെ. എനിക്കറിയില്ല, അമ്മ അങ്ങനെ കൊടുക്കാറുണ്ട്. നമ്മുടെ മീനൊക്കെ ഇങ്ങനെ വറുത്ത് കോരണം കേട്ടോ. മൂപ്പിച്ച് കോരിയെടുക്കണേ, വറുത്തെടുക്കണേ. നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അത് നിങ്ങളുടെ പാകത്തിന് എടുത്തോ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇതും കൂടെ ഇതിനകത്തൊന്ന് കിടന്നോട്ടെ. ഇതെല്ലാം ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയെ, അതുപോലെ തന്നെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി. ഇത് രണ്ടും കൂടെയാണ്, കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ്. അപ്പോൾ എരിവിന് പാകത്തിന് ഇട്ട് കൊടുത്തോ. മുളകും ഒക്കെ പുരട്ടി നമ്മൾ മീൻ വറുത്തതാ, അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഉലുവാപ്പൊടി ചേർത്തു. ഇനിയും വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മുളക് പൊടിയൊക്കെ മൂത്തപ്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കും. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. മീനിൽ ഉപ്പുണ്ട്, എന്നാലും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി സ്റ്റൗ ഒക്കെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടങ്ങ് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, കുറച്ച് മതി. ഉലുവാപ്പൊടിയും കായപ്പൊടിയും കുറച്ചാണ് ചേർത്തത്. കാര്യം എന്ന് വെച്ചാൽ ഇത് പച്ച മീനാണ്. ആ ഒരു മീനിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് വേണം, ടേസ്റ്റും. ഒരുപാട് ആവശ്യമില്ല, ഇത്രയും മതി. നല്ല ഒന്നാം തരം ഒരു അച്ചാർ ഇവിടെ റെഡിയായി. ഉണ്ട്. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കുവാണേ. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കടുക് ചേർത്തിട്ടില്ല. ഇനി കടുകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തോ. പക്ഷേ കടുക് ചേർക്കാതെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയേ, സൂപ്പറാണ്. എരിവും ഉപ്പും പുളിയും ആണ് ഇതിനകത്ത്. ഈ മീൻ പച്ചമീൻ ആയതുകൊണ്ട് തന്നെ, വരാലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് കായമാണേലും ഉലുവയാണേലും ഓവറായിട്ട് ചേർക്കാതെ മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. ഞാനിപ്പോൾ കൊടുത്തു വിടാനായതുകൊണ്ടാണ് ഇങ്ങനെ പെരട്ടി എടുത്തത് കേട്ടോ. ഇതിങ്ങനെ ഇരുന്നോളും, കുറച്ച് നാളിരുന്നോളും. അപ്പം വിനാഗിരി തിളപ്പിച്ചിട്ട് വേണം
ഇതിടാനും വിനാഗിരിയിലെ ജലാംശമൊക്കെ അങ്ങ് പോകണം. എന്നാലേ മീൻ അവിടെ ഇരിക്കുകയുള്ളൂ. മീൻ നല്ലപോലെ മൂക്കുകയും വേണം. നമ്മൾ വറക്കുന്ന പോലെയല്ല, അതിനകത്തുനിന്ന് ഇച്ചിരി കൂടെ ഡീപ്പ് ഫ്രൈ ആയിരിക്കും. തണുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം. കാര്യം ഇത് ഇൻഡാലിൻ ഉരുളിയാണ്, ചീനിച്ചട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഓട്ടുരുളി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെയാണ് അച്ചാർ ഇടേണ്ടത്. പക്ഷേ ഈ ഒരു പാത്രം എൻ്റെ അച്ചാർ പാത്രം. ഇത് ഞാൻ തണുത്ത ഉടനെ തന്നെ മാറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ പാത്രത്തിലാണെങ്കിൽ വേഗം തന്നെ മാറ്റുക, തണുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് പറ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.